ഭാര്യമാരുടെ സാലറിയും കേരളത്തിലെ ഡിവോഴ്സ് എന്ന ടോപ്പിക്കിലാണ് നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. കേരളത്തിലെ ഡിവോഴ്സ് ഒരുപാട് കൂടുതലാണ്. അപ്പോൾ പ്രത്യേകിച്ചും കൂടുതലായിട്ട് ഡിവോഴ്സ് ചെയ്യുന്നത് ജോലിയുള്ള സ്ത്രീകളാണ്. അപ്പോൾ സാലറീഡ് ആയിട്ടുള്ള സ്ത്രീകളാണ്. അപ്പോൾ അവിടെ ഡിവോഴ്സ് നടക്കുന്ന ചില കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു 10-15 വർഷം കഴിഞ്ഞിട്ടാണ് ഇവർ ഡിവോഴ്സ് നടത്തുന്നത്. അപ്പോൾ രണ്ടുപേരും സാലറീഡ് ആണെങ്കിൽ പ്രോബബ്ലി വീട്ടിലെ എല്ലാ കാര്യങ്ങളും, അതായത് കാറിൻ്റെ EMI ആണെങ്കിലും വീടിൻ്റെ റെൻ്റാണെങ്കിലും ബാക്കിയുള്ള എക്സ്പെൻസ് ആണെങ്കിലും കുട്ടികളുടെ കാര്യമൊക്കെ ആണെങ്കിലും സാധാരണ ഹസ്ബൻഡുമാരാണ് നോക്കുന്നത്. സോ അതങ്ങനെയാണ് നമ്മുടെ സിസ്റ്റം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതായത് ഹസ്ബൻഡ് വീട് നോക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതേ സമയത്ത് ഭാര്യ സാലറീഡ് ആണെങ്കിൽ അവർ ഈക്വലായിട്ട് ഫിനാൻസ് ഷെയർ ചെയ്യാതെ അവരുടെ പണം മുഴുവൻ സേവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിൽ ഡിവോഴ്സ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് പോലും ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അതായത് അയാളുടെ സാലറിയും പിന്നെ എന്താണ് പറയുക, EMIയും എല്ലായിടൊക്കെ വെച്ച് നോക്കുമ്പോൾ സാലറി EMIയും ഏതാണ്ട് ഒരു പോണക്കായിരിക്കും, അല്ല അതിനേക്കാളും കൂടുതലായിരിക്കും. ലോണുകൾ ഒരുപാടുണ്ടായിരിക്കും, പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. പക്ഷേ ഒരു ഡിവോഴ്സിലേക്കൊക്കെ വരുന്ന സമയത്ത് ഇവർ കോടതിയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, എൻ്റെ സൈക്കോളജി ടീമിലുള്ള ആളുകളായിട്ട് സംസാരിച്ചാലും അല്ലെങ്കിൽ ലീഗൽ ടീമിലുള്ള ആളുകളോടൊക്കെ സംസാരിച്ചാൽ ഞങ്ങൾ ഒരുപാട് കേസുകൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് തന്നെ അറിയാം, ഇപ്പോൾ ഈ സാലറീഡ് ആയിട്ടുള്ള വൈഫ് അവരോട് ചോദിക്കുന്നത് വലിയൊരു എമൗണ്ട് കോമ്പൻസേഷൻ ആയിരിക്കും, വലിയൊരു എമൗണ്ട് ജീവനാംശമായിരിക്കും. ഇവിടെ ഒരു 12 ലക്ഷത്തിൻ്റെ കാർ എടുത്തിട്ട് അത് അടയ്ക്കാൻ മുക്രയിടുന്നതിൻ്റെ അടുത്തായിരിക്കും 30 ലക്ഷം കോമ്പൻസേഷൻ ചോദിക്കുന്നത്. അത്രയും നാൾ ഇയാൾ വർക്ക് ചെയ്തതിനോ അവരുടെ ചിലവിന് കൊടുത്തതിനോ പിന്നീട് അവരുടെ കുട്ടികളെ കാണുന്നതിനോ കുട്ടികളെ പോലും ഇവർക്ക് കിട്ടുന്നില്ല. അത്തരത്തിലുള്ള അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ കേരളത്തിലുള്ളത്. ഇപ്പം ഈ സാലറിഡ് ആയിട്ടുള്ള വുമൻസ് ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് ഡിവോഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് വീഡിയോസ് കാണാറുണ്ട്. അതുകൊണ്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് കാരണം തന്നെ ഒരുപാട് ആളുകൾ ഡിവോഴ്സിലേക്ക് പോകുന്നുണ്ട്. ഇത് അടിപൊളി നല്ലൊരു കാര്യമാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾക്ക് ഒരു ഫെയർ ഡീല് സെറ്റ് ചെയ്യണം. അതായത് എല്ലാം ചെയ്തതിന് ശേഷം അവരെ വീണ്ടും വലിയൊരു കടക്കണിയിലേക്ക് തള്ളിവിടുക. ഞാൻ ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്. പലപ്പോഴും അവരുടെ ഇത്തരം സാഹചര്യങ്ങളിലേക്കൊക്കെ പോകുന്ന ആളുകൾ സത്യം പറഞ്ഞാൽ റോഡിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥയാണ്. നിങ്ങളുടെ കൂട്ടുകാരായിട്ടുള്ള ആളുകൾ ഡിവോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അവർ ഡിവോഴ്സ് പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവും. അവരനുഭവിക്കുന്ന വേദന, അവരുടെ ഫിനാൻഷ്യൽ ബർഡന് സത്യം പറഞ്ഞാൽ നടു റോഡിലേക്ക് ഇറങ്ങുന്നതിന് തുല്യമാണ്. അപ്പോൾ ഇതൊന്നും വകവെക്കാതെയാണ്, അല്ലെങ്കിൽ പുരുഷൻ്റെ ഒരു വേദനയൊന്നും പങ്കുവെക്കാതെയാണ് പലപ്പോഴും ഇന്ന് കേരളത്തിലെ സാലറീഡ് ആയിട്ടുള്ള സ്ത്രീകളും അവരുടെ സമൂഹവും പുരുഷന്മാരോട് ചെയ്യുന്ന ദ്രോഹം. ഞാനെപ്പോഴും സ്ത്രീകളുടെ സപ്പോർട്ട് ചെയ്താണ് വീഡിയോ ഇടുന്നത്. അപ്പോൾ നിങ്ങളെ കുറ്റം പറയല്ല. സോ അതൊരു റിയാലിറ്റിയാണ്. ഇതിനെക്കുറിച്ചുള്ള പുരുഷന്മാരാണ് സ്ത്രീകളാണ് നിങ്ങളുടെ കമൻറ്റുകൾ. രണ്ടുപേരും ഒരു ഫെയറായിട്ടുള്ള ഡീലാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ കോടതിയും വക്കീലും കുടുംബങ്ങളും ബന്ധുക്കളും എല്ലാവരും ഇറങ്ങുന്ന സമയത്ത് ബന്ധുക്കളുടെ വൈരാഗ്യം, അവരുടെ വൈരാഗ്യം, ഇവരുടെ വൈരാഗ്യം എല്ലാം കൂടി ചേർന്ന് എനിക്ക് തോന്നുന്നു ഡിവോഴ്സ് കൊണ്ട് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് കേരളത്തിലെ സ്ത്രീകളെക്കാളും കൂടുതൽ പുരുഷന്മാർ തന്നെയാണ്. ഇപ്പോൾ പറഞ്ഞത് ഒരു കേസാണ് ഞാൻ പറഞ്ഞത്. അതേ സമയത്ത് നേരെ ഭാര്യയുടെ സാലറി കംപ്ലീറ്റായിട്ട് ഭർത്താക്കന്മാർ വാങ്ങിക്കുന്ന ഒരുപാട് ഭർത്താക്കന്മാരെ എനിക്കറിയാം. അതായത് അത് പ്രത്യേകിച്ചും എന്നോട് സംസാരിച്ച ഒരുപാട് ആളുകൾ നഴ്സുമാരാണ്. അതായത് വിദേശത്തും സ്വദേശത്തുമുള്ള ഒരുപാട് നഴ്സുമാർ, പ്രത്യേകിച്ചും കാനഡയിലൊക്കെ ഉള്ള നഴ്സുമാർ. അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നഴ്സ് അവിടെ ജോലിക്ക് പോകുന്നത് ഹസ്ബൻഡിനെ പിന്നീട് അവിടെ കൊണ്ടുവന്ന് അവർ രണ്ടുപേരും ജോലിയാവുന്നു. പലപ്പോഴും ഈ ആളുകൾ മുഴുവൻ സാലറി ഹസ്ബൻഡിന് കൊടുത്തതിന് ശേഷം അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് വരുമ്പോൾ പോലും എന്താണ് പറയുക, അവരുടെ സ്വന്തം കാര്യങ്ങൾ പോലും നോക്കാനാവാതെ, പൈസ കിട്ടാതെ, അല്ലെങ്കിൽ അവർക്ക് സ്വന്തം ആവശ്യത്തിന് പൈസ സ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത ആളുകളുമുണ്ട്. ഇത് 2 ടൈപ്പ് ആളുകളുമുണ്ട്. ഇതിനകത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് സാലറി എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള ടോപ്പിക്കിൽ നിങ്ങൾക്കൊരു അഡ്വൈസ് തരികയാണെങ്കിൽ നമ്മളെന്താണ് പാത്രം അറിഞ്ഞ് വിളമ്പുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്ന ലവ് ബോംബിംഗ് ആണോ, മാനിപ്പുലേഷൻ ആണോ, ഇദ്ദേഹത്തിൻ്റെ രീതി എന്താണ്, ഇത് നിങ്ങളൊരു കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ തന്നെ ഒരു പ്ലാൻ ഉണ്ടാക്കണം. ഇദ്ദേഹത്തിൻ്റെ രീതി എങ്ങോട്ടാണ്, ഇദ്ദേഹത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ്, അല്ല ഇവളുടെ പോക്ക് എങ്ങോട്ടാണ്. അപ്പോൾ അതനുസരിച്ച് നിങ്ങളൊരു പ്ലാൻ ചെയ്തിട്ട് നിങ്ങളൊരു സെൽഫ് കെയറിലേക്ക്, അല്ല നിങ്ങളൊരു സെൽഫായിട്ടൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചൊരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കിയില്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ സ്ട്രഗിൾ ചെയ്യും. അത് 100% സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. മനുഷ്യനാണ്.
മനുഷ്യൻ്റെ സ്വഭാവം എന്താണ് പറയുക എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അതായത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അവെയർ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സെൽഫ് അവെയർനെസ് ഉണ്ടെങ്കിൽ മുന്നോട്ട് വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബുക്ക് ഉടനെ തന്നെ റിലീസാവുന്നുണ്ട്. അപ്പോൾ ആ ടൈമിൽ ബുക്കിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ പറ്റും. അപ്പോൾ ഇത്തരം വീഡിയോയിലൂടെ വളരെ ചെറിയ ചെറിയ ഇൻഫർമേഷൻസ് മാത്രമേ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ബുക്ക് എന്തായാലും ഉടനെ തന്നെ ഉണ്ടാവും. നിങ്ങളെല്ലാവരും വാങ്ങണം, വായിക്കണം. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ, താങ്ക് യു.